പറ്റില്ല. വേറെ ലെവലായി പടം. ക്ലൈമാക്സ് കിട്ടില്ല, ക്ലൈമാക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൈനിങ് കാലക്കെട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഒരു 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 പക്വത ഇല്ലാതെ പോലെയൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ അവസാനം പുള്ളി കയറി തകർത്ത് വാരിട്ടുണ്ട്. അവസാനത്തെ ആക്ഷനിലൊക്കെ ഒക്കെ പുള്ളി ഇടിലാക്കിയിട്ടുണ്ട്. ഇടിലും പടം ക്ലൈമാക്സിനെ കൊണ്ട് ദൃശ്യത്തിന്റെ ഒക്കെ ഒരു ക്ലൈമാക്സ് വരും കേട്ടോ. എൻഗേജിംഗ് ആണ് പടം. നല്ല എൻഗേജ്, നല്ല അവസാനം ഇന്റർവ്യൂ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇഡിലിനായിട്ടാണ് തീർത്തിരിക്കുന്ന പടം. നന്നായിട്ട് ഒരു നല്ലൊരു ക്ലൈമാക്സ് തീർത്തിട്ടുണ്ട്. ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാത്തൊരു ക്ലൈമാക്സ് നമ്മൾ ഒട്ടും വിചാരിക്കില്ല. അങ്ങനെ ഒരു ക്ലൈമാക്സിലാണ് പടം തീർത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിനകത്ത് കണ്ടു ഒരു പരിചയമില്ലാത്ത ഒരു പോലീസ് ഇൻസ്പെക്ടർ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികളും. പക്ഷെ ഇതിനകത്ത് തുടക്കം മുതൽ നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ വളരെ നോർമലായിട്ടാണ് ഈ സിനിമ ഫീൽ ചെയ്യുക. ആദ്യം ഒരു സ്റ്റേഷനിൽ പോകുന്നു, അവിടെ അടിക്കടി ഇൻസിഡൻസ് ഉണ്ടാവുന്നു. അത് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് ഈ ഒരു കേസ് വരുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് അത് ഗംഭീരമായിട്ട് ഷെയ്ൻ നിഗം ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം ഇത് കണ്ടവർ പലരും പറയുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, നമ്മൾ പറയില്ല ആ പോലീസ് സ്റ്റേഷനത്തെ ഫിറ്റ് അല്ലാത്ത പോലെ. പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറുവാണ്. എന്താണ് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് പഠിച്ചറിവല്ലാതെ നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ആ എക്സ്പീരിയൻസ് എടുക്കുന്ന ഒരു സംഘം ഈ സിനിമയ്ക്കകത്തുണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ ത്രെഡ്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും. ആ ഒരു സംഭവം വന്ന് അവസാന ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കൊട്ടിക്കലാശം, ആ കഥയുടെ ഒരു ഒഴുക്കൊക്കെ നമുക്ക് ശരിക്കും ഒരു ജിത്തു ജോസഫ് സാറിന്റെ പടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത മാർട്ടിൻ തന്നെയാണ് ഈ സിനിമയുടെ ഡയറക്ടറും. അപ്പോൾ പോലീസ് ത്രില്ലറുകൾ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് വരുന്നുണ്ട്. അതിന് വളരെ വ്യത്യസ്തമാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫും, എന്നാൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ സിനിമാറ്റിക് ആയിട്ട് നല്ലൊരു എലിവേഷൻ മൊമെന്റും കാണുന്നവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ക്ലൈമാക്സും ആണ്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നല്ല വിഷ്വൽസും ഉണ്ട് സിനിമയ്ക്ക്. കാരണം ഇടുക്കി അങ്ങനെയുള്ള ഹൈ റേഞ്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു അവിടുത്തെ ഒരു ദൃശ്യഭംഗി, അതുപോലെ തന്നെ ഷൈൻ ടോം എല്ലാവരും അതിനകത്ത് പെർഫോം ചെയ്ത ഷോബി തിലകനൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. എല്ലാവരും വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ കാണിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് തന്നെ, നമ്മുടെ ഷൈൻ നിഗത്തിന് തന്നെ ഇതിനകത്ത് ഒരു ഇമോഷണൽ ട്രാക്ക് കൂടിയുണ്ട് ഫാമിലി ആയിട്ട്. കാരണം ജസ്റ്റ് ജോലി കയറുമ്പോൾ ഇത് സംഭവം വർക്ക് ആവുന്നുണ്ടോ എന്ന് പുള്ളിക്ക് തന്നെ സംശയമാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു പോലീസുകാരനല്ല ഇതിനകത്ത്. അപ്പോൾ ആ ഒരു കൊടുത്ത റൂളിനോട് അദ്ദേഹം നീതി പുലർത്തി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേറിട്ട ഒരു ഷൈനികത്തിനെയും കാണാൻ പറ്റി. എല്ലാം കൊണ്ട് ഒരു ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. അവസാനം വരെ സസ്പെൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഷൈനികം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, ടെക്നിക്കലി സൂപ്പർബാണ്, മ്യൂസിക് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഈ പടം സൂപ്പർ ഹിറ്റ് ആണ്, യാതൊരു സംശയമില്ല. എന്താണ് അടുത്തതെന്നുള്ള എക്സൈറ്റ്മെന്റില് നോക്കിയിരിക്കാനായി ബാക്ക്ഗ്രൗണ്ടും ഷെയ്ഡിന്റെ ആക്ടിങ് എല്ലാം നല്ല രസമാണ്. ജിത്തു ജോസഫിന്റെ ഒരു മാജിക് അതിനകത്ത് കിട്ടും. നമുക്ക് മറ്റു ദൃശ്യമൊക്കെ കാണുന്ന പോലെ തന്നെ എന്താന്നുള്ള എക്സൈറ്റ്മെന്റ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടലി പോലീസ് വേഷത്തിലേക്ക് വന്നപ്പോൾ ഷെയ്ൻ നിഗം അടിപൊളിയായിട്ടുണ്ട്. എപ്പോഴും കാണുന്ന പോലത്തെ അല്ലാത്ത ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിങ്ങും നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം സിനിമ എല്ലാം നല്ല രസമുണ്ട്. ക്യാമറ ആണെങ്കിലും